ഇന്ന് ഞങ്ങൾ പിസ്സ കഴിക്കാൻ വേണ്ടി പോവുകയാണേ. എന്താണെന്നറിയില്ല, കുറേ ദിവസമായിട്ട് എനിക്ക് പിസ്സ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. പിന്നെ ഒന്നും നോക്കിയില്ല, ഷൂട്ട് കഴിഞ്ഞ് വന്ന പാടെ ഏട്ടനെയും കൂട്ടിയിട്ട് ഞങ്ങൾ ഇന്ന് പിസ്സ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. റോഡിലാണെങ്കിൽ നല്ല ബ്ലോക്കാണേ. നമ്മൾ പിസ്സ ഹട്ട് ഇരിക്കുന്നത് അപ്പുറത്തെ സൈഡിലും. അങ്ങനെ കാത്തിരുന്ന് അവസാനം ഞങ്ങൾ പിസ്സ ഹട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ച് കഴിച്ചോ എന്നുള്ളൊരു ഓഫറും കൂടെ എനിക്ക് ഏട്ടൻ തന്നിട്ടുണ്ടായിരുന്നേ. പിസ്സ കഴിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് നടക്കുന്ന ഞാൻ വേറെ ഒന്നും ഓർഡർ ചെയ്യില്ല എന്നുള്ളൊരു ധൈര്യത്തിൻ്റെ പുറത്താണ് കേട്ടോ ഏട്ടൻ എനിക്ക് അങ്ങനെ ഒരു ഓഫർ തന്നിട്ടുണ്ടായിരുന്നത്. എന്തോ ഭാഗ്യത്തിന് നമ്മൾ പോയ സമയത്ത് അവിടെ ഓഫർ ഉണ്ടായിരുന്നേ. ബൈ 1 get 1 ആണ്. 249 നമുക്ക് 2 ഫ്ലേവറിലുള്ള പിസ്സ വേണമെങ്കിൽ ചൂസ് ചെയ്യാവേ. എന്നെ ഒന്ന് വീഡിയോ എടുത്ത് തരുമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഫോൺ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്രയും ആംഗിളിലൊക്കെ ഷൂട്ട് ചെയ്യുന്നുള്ള കാര്യം ഞാൻ അത് ഓർത്തതുമില്ല. പക്ഷേ എന്താണെന്നറിയില്ല, കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായേ. നല്ല അടിപൊളി വീഡിയോ ആയിട്ടുണ്ട്. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അഭിനയിക്കാൻ നമുക്കൊരു പ്രത്യേക കഴിവാണല്ലോ. അങ്ങനെ ഞങ്ങളുടെ പിസ്സ വന്നിട്ടുണ്ട് കേട്ടോ. ഏത് 2 ഫ്ലേവറിലുള്ള പിസ്സയാണ് ഞാൻ സെലക്ട് ചെയ്തതെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയേ. എന്തായാലും വായിക്കൊള്ളാത്ത പേരാണെന്ന് പറയാം. പിന്നെ ചിക്കൻ പിസ്സയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പിന്നെ ചീസും കുറച്ച് അധികം ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആകാംക്ഷയോട് കൂടിയിട്ട് പിസ്സ ഓരോ സ്ലൈസ് എടുക്കാൻ വേണ്ടി പോവുകയാണേ. എടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ചീസ് ഒരുപാട് ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ ചീസെല്ലാം വളരെ കുറവായിരുന്നു കേട്ടോ. ഫസ്റ്റത്തെ പിസ്സയുടെ സ്ലൈസ് ഈസിയായി പോകുന്നതുകൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസത്തിൽ ഞാനതേ അടുത്ത പിസ്സയുടെ ഒരു പീസ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടും അത് വരുന്നുണ്ടായിരുന്നില്ല. വീഡിയോ ഒക്കെ എടുക്കുകയല്ലേ, കുറച്ച് ഒഫീഷ്യൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും അത് വെച്ച് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. 2-3 വട്ടം ട്രൈ ചെയ്തു, നോ രക്ഷ. അവസാനം ഞാനിതേ ആയുധം വെച്ച് കീഴടങ്ങിയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ചൂടും. എന്താണെന്നറിയില്ല, കൈ വെച്ച് ശ്രമിച്ചിട്ടും അതിങ്ങോട്ട് കിട്ടാൻ വേണ്ടി കുറച്ചൊന്ന് പണി പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് അപ്പുറത്തിരുന്ന ഏട്ടൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഫൈനലി എൻ്റെ 2 പീസും എൻ്റെ പ്ലേറ്റിൽ വന്നിട്ടുണ്ട്. അത്രയും ചൂടായതുകൊണ്ട് തന്നെ ഞാനിതേ നൈഫ് വെച്ചിട്ട് അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൈഫും ഫോർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയ്ക്കും പാടാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയണത്. അവസാനം ഞാനതേ കൈ വെച്ച ഒരു പീസ് മുറിച്ചെടുത്തിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനൊരു ഓഫറിന് ഇത് വർത്താണ്. അത്യാവശ്യം ടേസ്റ്റും ഉണ്ട്. 4 സ്ലൈസ് പിസ്സയാണ് കേട്ടോ 2ലും വരുന്നുണ്ടായിരുന്നത്. ഇത് മാത്രമല്ല, വേറെയും ഒരുപാട് ഓഫറുണ്ട്. ഏട്ടൻ പിന്നെ ഡയറ്റിലായതുകൊണ്ട് തന്നെ ഏട്ടൻ ചെറിയൊരു പീസ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി മൊത്തം കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നത് ഞാനാണ്. അതുമാത്രമല്ല, നമ്മളൊരു ഗ്ലാസ് പെപ്സിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എനിക്ക് അത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അത് കുടിച്ച് തീർത്തത് ഏട്ടനാണ്. 249 ആണെങ്കിലും ടാക്സ് അടക്കമാണ് കേട്ടോ നമുക്ക് 314 വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ശംഖുമുഖത്തേക്കാണ് കേട്ടോ. രാത്രി കടലിനെ കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും അവിടെ പോയി നിൽക്കുക എന്ന് പറയുന്നത് അതൊരു വൈബാണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം നമ്മളിതേ നടക്കുകയാണ് കേട്ടോ. ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. കുറേ കപ്പിൾസും ഫാമിലീസും അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു നമ്മൾ പോയ സമയത്ത്. പിന്നെ കുറേ കച്ചവടക്കാരുണ്ടായിരുന്നേ. കുട്ടികളെ വീഴ്ത്താനായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ കയ്യിൽ. വെറുതെ നടന്ന് ബോറടിച്ചപ്പം ഇനി കുറച്ച് തിന്നുകൊണ്ട് നടക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളിതേ ഓരോ ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ടെൻഡർ കോക്കനട്ട് ഇപ്പം എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇതിന് മുന്നേ ടെൻഡർ കോക്കനട്ടിൻ്റെ ഈ ഒരു ഐസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ എന്തായാലും തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.